Good morning, all. Good morning, ma'am. നമ്മളെ റെസ്പോൺസിബിലിറ്റീസ് അല്ലെ, അതിന്റെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയുടെ എടുത്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും എടുക്കുക. നമ്മളെ പറഞ്ഞു നിർത്തിയത് എവിടം വരെയാണ്? ആരെങ്കിലും പറയാമോ? ജോബ് സമ്മറി ഓഫ് മെഡിക്കൽ സെക്രട്ടറി കംപ്ലീറ്റ് ആയി. ഇപ്പൊ നമ്മൾ കണ്ടായിരുന്നു എന്താണ് ഓരോരുത്തരുടെ. ഇത് സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. നിങ്ങളാണ് ഇങ്ങനെ പഠിച്ചു പോയ ഓരോന്നിന്റെയും വാർഡാണെങ്കിലും അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ് ആണെങ്കിലും എല്ലാത്തിന്റെയും ഓരോ പേഴ്സന്റെ, ഒരു ഡോക്ടറിന്റെ നഴ്സിന്റെയും മാത്രമല്ല അവിടെ വർക്ക് ചെയ്യുന്ന, അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിയോഗിതരായ വ്യക്തികളുടെയൊക്കെ പേഴ്സണലായിട്ട് നോക്കുമ്പോൾ അവരുടെ റെസ്പോൺസിബിലിറ്റി ആണ് പൊതുവെ ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ജോബ് സമ്മറിയാനോ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെന്റ് ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എക്സിക്യൂട്ടീവിന്റെ ആണ്. നമുക്ക് തുടങ്ങാം. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ എക്സിക്യൂട്ടീവിനെ കുറിച്ചിട്ട് നോക്കുമ്പോൾ അവിടെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ നമുക്കറിയാം അവിടെ പ്രധാനപ്പെട്ട ഒരു റോളും അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഔട്ട് പേഷ്യന്റ് എന്ന് പറയുമ്പോൾ അല്ലെ, എല്ലാ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നോക്കുമ്പോൾ പേഷ്യൻസ് അത് വന്നുകൊണ്ടിരിക്കും. അപ്പൊ അവരുടേതായിട്ടുള്ള മാറ്റേഴ്സുകളെല്ലാം പ്രധാനമായിട്ടും കൈകാര്യം ചെയ്യുന്ന റോള് എക്സിക്യൂട്ടീവിനാണ്. ഒക്കെ ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിക്യൂട്ടീവ്സ് പ്ലേ an important role in supervising the operations of the outpatient department in a hospital. There is a responsibilities in roles. അതായത് അവിടെ അവരുടെ മൊത്തത്തിൽ ഔട്ട് പേഷ്യന്റ് ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള വ്യക്തികളുടെയും ഒരു ഓവറോൾ സൂപ്പർവിഷൻ, മേൽനോട്ടമാണ് അദ്ദേഹം പ്രധാനമായിട്ടും നിർവഹിക്കുന്നത്. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങളെ താഴെ പറയുന്ന വിധത്തിൽ പറയുന്നുണ്ട്. എന്താണ് പറയുന്നത്? മാനേജിങ് ദ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫ്. അതായത് നമുക്കറിയാം ഒരു ഔട്ട് പേഷ്യന്റിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ മേഖലകളിലും കുറെ സ്റ്റാഫുകളെ നിയോഗിച്ചിട്ടുണ്ട് അല്ലെ. ഓരോ ഡോക്ടേഴ്സിന്റെ ഇതിൽ തന്നെയുണ്ട് ഓരോരുത്തരും വെൻകയറിയിട്ട് എല്ലാവരെയും അല്ലെ, ഓരോ പേഷ്യൻസിനെയും അതിന്റെ ആ ഊഴം അനുസരിച്ചിട്ട് വെൽക്കം ചെയ്തിട്ടാണ് ഓരോരുത്തരെയും എന്താണ് ഡ്യൂട്ടിയിലേക്ക് ഡോക്ടേഴ്സിനെ വിസിറ്റ് ചെയ്യാനൊക്കെ അനുവദിക്കുന്നത്. അപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള സ്റ്റാഫുകളുണ്ട്. അവരെല്ലാവരെയും ഓവറോൾ മാനേജ് ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഡ്യൂട്ടി ആർക്കാണ്? നമ്മുടെ സെക്ടർ എക്സിക്യൂട്ടീവിനാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മെയിൻറ്റെയിനിങ് എക്സാക്ട് പേഷ്യൻസ് റെക്കോർഡ്സ്. അതായത് ഓരോ പേഷ്യൻസിനും അതിൻ്റെതായ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുന്നത് അതല്ലേ. അപ്പൊ അത് കൃത്യമായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അത് നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്യുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും എന്താണ് എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. ദെൻ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ്. നമുക്കറിയാം വ്യത്യസ്ത ഡിപ്പാർട്ട്മെന്റ്, അപ്പൊ അവരില് ഡോക്ടേഴ്സിനൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് ഓർഡർ കൊടുക്കുന്നുണ്ട്. അത് ക്രമീകരണങ്ങൾ നടത്തുന്നതെല്ലാം ഓക്കെയാണോ, ഓരോരുത്തരും ഒരു ഡിപ്പാർട്ട്മെന്റിലും ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. Then coordinating with the other hospital department. ഈ പോയിന്റിൽ തന്നെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എന്താണ് അതർ ഹോസ്പിറ്റൽ, മറ്റു ഡിപ്പാർട്ട്മെന്റുകളെല്ലാം ഒന്നിച്ചു നിർത്തി ഏകോപിച്ചു കൊണ്ടുപോകേണ്ടത്. നമുക്കറിയാം അവിടെ ഓരോ ഇതുകളിലും അറ്റൻഡറിന്റെ ഒക്കെ വേക്കൻസികളും വരികയാണെങ്കിലും അവരെയും കൂടി എന്തെങ്കിലും ചിലപ്പോൾ നമുക്കറിയാം ചില റൂമുകളിലേക്കൊക്കെ ഒന്നിച്ച് തന്നെ അല്ലെ, ചില ഡോക്ടേഴ്സിനെയും കൂടി ഒന്നിച്ച് കൈകാര്യം ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് ഡ്യൂട്ടി ഒന്നിച്ച് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പൊ അങ്ങനെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിൽ എന്തെങ്കിലും ഇതുകളെ ഷോർട്ടേജ്, ഏതെങ്കിലും പേഴ്സൺസിന് ഏതെങ്കിലും സ്റ്റാഫിന് ഷോർട്ടേജ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് പരിഹരിച്ചു പോകേണ്ടത്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വരുമ്പോൾ അതെല്ലാം കൈകാര്യം ചെയ്ത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകേണ്ടത് എക്സിക്യൂട്ടീവ് ഇതിലുള്ള ലെവലിലുള്ള വ്യക്തിയാണ്. ദെൻ എൻഷുറിംഗ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ. നമുക്കറിയാം പേഷ്യന്റിനെ എപ്പോഴും സാറ്റിസ്ഫൈ, അവര് തൃപ്തിയാക്കിയിട്ട് വിട്ടാൽ മാത്രമേ വീണ്ടും പേഷ്യൻസ് വരികയുള്ളൂ. അപ്പൊ ഹോസ്പിറ്റലിനെ നന്നായിട്ട് തന്നെ മൂവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ എപ്പോഴും ഉറപ്പുവരുത്തണം എന്ത്, പേഷ്യൻസിന് തൃപ്തിയോടുകൂടിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. പേഷ്യൻസിന് ചിലപ്പോൾ എന്തെങ്കിലും ഷെഡ്യൂൾ കാര്യങ്ങൾ, അതായത് അപ്പോയിന്റ്മെന്റ് കാര്യങ്ങളിലെല്ലാം എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അതെല്ലാം കൈകാര്യം ചെയ്ത് കോംപ്രമൈസ് ചെയ്തൊക്കെ എത്തിക്കേണ്ടത് എക്സിക്യൂട്ടീവിന്റെ ഡ്യൂട്ടിയാണ്. അവരെ സംതൃപ്തിയായിട്ട് തന്നെ കൊണ്ടു നടത്തേണ്ടതുണ്ട്. ദെൻ എന്താണ് മാനേജിങ് ദ ഡിപ്പാർട്ട്മെന്റ്സ് ബഡ്ജറ്റ്.
അതായത് സാമ്പത്തികമായ വശങ്ങളും നോക്കുമ്പോൾ എന്തെങ്കിലും പ്രോബ്ലംസുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ കൈകാര്യം ചെയ്യേണ്ടത് എക്സിക്യൂട്ടീവിന്റെ ഭാഗത്ത് തന്നെയാണ്. ദെൻ ഡെവലപ്പിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് പോളിസീസ് ആൻഡ് പ്രൊസീജിയേഴ്സ്. അതായത് നമ്മളിപ്പോ എന്തെങ്കിലും അല്ലെ, ഇപ്പൊ വ്യത്യസ്ത തരത്തിലുള്ള ഔട്ട് പേഷ്യന്റിന്റെ എല്ലാവരെയും നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ എന്തെങ്കിലും പോളിസീസ്, ചിലപ്പോൾ എന്തെങ്കിലും ഡ്യൂട്ടിക്ക് വരുന്നവരുടെ ഷിഫ്റ്റിലോ കാര്യത്തിലോ എന്തെങ്കിലുമൊക്കെ ഭേദഗതികളൊക്കെ വരുത്തേണ്ടതോ അല്ലെങ്കിൽ സമയക്രമത്തിൽ കൂടുതൽ സമയം ചെയ്യിപ്പിക്കേണ്ടതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായെങ്കിൽ അത്തരത്തിലുള്ള ഇതുകളെല്ലാം ഇംപ്ലിമെന്റ് ചെയ്ത് നടപ്പാക്കി കൊണ്ടുവരേണ്ടത് എക്സിക്യൂട്ടീവ് പവറിലുള്ള വ്യക്തിയുടെ ഡ്യൂട്ടിയാണ്. Then ensuring the smooth functioning of the outpatient department. അതായത് നല്ല രീതിയിൽ തന്നെയാണ് അവരുടെ പ്രവർത്തനം എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഇതിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സൂപ്പർവൈസിങ് അപ്പോയിന്റ്മെന്റ് ഷെഡ്യൂളിംഗ് ഫോർ ഡിഫറെന്റ് കൺസൾട്ടന്റ്. അതായത് നമ്മൾ ചിലപ്പോ ഒരു പേഷ്യന്റിന് തന്നെ പല അല്ലെ ഡോക്ടേഴ്സിനൊക്കെ വിസിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യകതയൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എന്താണ് ഏകോപിപ്പിച്ച് കൊണ്ടുപോകേണ്ടത് അല്ലെങ്കിൽ അതിന്റെയൊക്കെ മേൽനോട്ടം വഹിക്കേണ്ടതും ഈ ഒരു എക്സിക്യൂട്ടീവ് തന്നെയാണ്. ചെക്കിംഗ് ദ ഡോക്ടേഴ്സ് വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് ഡോക്ടേഴ്സിന് വർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണോ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഓരോരുത്തരും പേഷ്യൻസ് വരുമ്പോൾ അവർക്ക് സൗകര്യം ചെയ്തു കൊടുക്കുന്ന പോലെ തന്നെ ഡോക്ടേഴ്സിനും അവരുടേതായ അല്ലെ ഓരോ പേഷ്യൻസിനെയും കൈകാര്യം ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടതും എക്സിക്യൂട്ടീവ് പവറിലുള്ള വ്യക്തിയുടെ ഡ്യൂട്ടിയാണ്. ദെൻ ഗാദറിംഗ് ആൻഡ് സ്ക്രൂട്ടനൈസിങ് ഫീഡ്ബാക്ക് ഫോംസ്. അതായത് നമുക്കറിയാം ഓരോരുത്തരുടെയും അല്ലെ അവരിൽ നിന്നെല്ലാം ഓരോ ഫീഡ്ബാക്ക് നമ്മൾ ഫോം ഒക്കെ വഴി കളക്ട് ചെയ്തിട്ട് അത് നന്നായിട്ട് പരിശോധിക്കാം. ഓക്കെ, സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് ഓരോ പേഷ്യൻസ് പോകുന്നത് എന്നൊക്കെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ദെൻ ഡീലിംഗ് വിത്ത് കോംപ്ലിക്കേറ്റഡ് ഇഷ്യൂസ് ആൻഡ് റിപ്പോർട്ടിംഗ് ടു ദ മാനേജർ. എന്തെങ്കിലും കോംപ്ലിക്കേറ്റഡ് അല്ലെ എന്തെങ്കിലും പേഷ്യൻസും ഡോക്ടേഴ്സും തമ്മിലോ അല്ലെങ്കിൽ അപ്പോയിന്റ്മെന്റ്സും കാര്യങ്ങളും തമ്മിൽ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻസ് പ്രോബ്ലംസ് ഒക്കെ വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഇഷ്യൂസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് മാനേജ്മെന്റിനെ അറിയിക്കേണ്ട ഒരു ഡ്യൂട്ടിയും ഈ എക്സിക്യൂട്ടീവ് പവറിലുള്ള വ്യക്തിയുടെ ഡ്യൂട്ടിയാണ്. ദെൻ ഗ്രീറ്റിംഗ് പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ്. അതായത് വരുന്ന പേഷ്യൻസിനെ ആണെങ്കിലും സന്ദർശകരെ എല്ലാം എന്താണ് അഭിവാദ്യം ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട റെസ്പോൺസിബിലിറ്റിയാണ്. അതായത് എല്ലാവർക്കും ഈ ഹോസ്പിറ്റലിനെ കുറിച്ച് നല്ല ഒരു മതിപ്പ് ഉളവാക്കാനായിട്ട് എക്സിക്യൂട്ടീവ് പവറിലുള്ള വ്യക്തിക്ക് അവരുടേതായ ഒരു പ്രത്യേക റോളുണ്ട്. കാരണം നല്ല രീതിയിൽ എവിടെയും ഒരു ഇതുകളൊന്നും ഒരു സമയത്തിന്റെ ക്രമത്തിലോ അല്ലെങ്കിൽ നല്ല പരിചരണത്തിന്റെ ക്രമത്തിലോ ഒന്നും പ്രോബ്ലംസ് വരാതിരിക്കാനായിട്ടുള്ള ഒരു രീതി, എല്ലാവർക്കും ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സംതൃപ്തമായിട്ടുള്ള സേവനം കാഴ്ചവെക്കാനായിട്ട് ആണ് എക്സിക്യൂട്ടീവിന്റെ പൊസിഷൻ കൊടുക്കുന്നത്. അത് കൃത്യമായിട്ട് തന്നെ അദ്ദേഹം അത് നിർവഹിക്കേണ്ടതായിട്ട് വരും. എന്താ പറയുന്നത്, ഡയറക്ടിങ് ദം ടു അപ്രോപ്രിയേറ്റ് പ്രൊഫഷണൽസ്. അതായത് നമുക്കറിയാം ചില കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എടുക്കാനായിട്ട് ചിലപ്പോൾ പേഷ്യൻസിന് കഴിയാതെ വരും അല്ലെ. അപ്പൊ അവർക്ക് അതുമായി ബന്ധപ്പെട്ട വ്യക്തികളെല്ലാം മനസ്സിലാക്കി കൊടുക്കാനായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ന വഴിയിലൂടെ ഇന്ന വ്യക്തികളോട് ചോദിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കൊടുക്കേണ്ടതും അദ്ദേഹം തന്നെയാണ്. ദെൻ രജിസ്റ്ററിംഗ് ന്യൂ പേഷ്യൻസ്, പുതിയ പേഷ്യൻസ് വരുമ്പോൾ അതിന്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും. ദെൻ ടേക്കിംഗ് പാർട്ട് ഇൻ പ്രാക്ടീസ് മീറ്റിംഗ്സ് ആൻഡ് ട്രെയിനിങ് കോഴ്സ് ആൻഡ് എൻഷുറിംഗ് കംപ്ലയൻസ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. അതായത് ഇവർക്ക് ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്കറിയാലേ പുതിയ ടെക്നോളജി കാര്യങ്ങളും ഇതൊക്കെ വരുമ്പോഴെന്താണ് എന്താണ് പേഷ്യൻസിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഡോക്ടേഴ്സിന് വലിയ പ്രോബ്ലംസ് ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ചില ട്രെയിനിങ്ങും കാര്യങ്ങളും മീറ്റിങ്ങുകളൊക്കെ ഇവർക്ക് സംഘടിപ്പിച്ചിട്ടുണ്ടാവും. അതെല്ലാം തന്നെ ഇവരുടെ ഭാഗം എന്ന നിലയിൽ പങ്കെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ആൻഡ് എൻഷുറിംഗ് കംപ്ലയൻസ് വിത്ത് ഹെൽത്ത് ആൻഡ് സേഫ്റ്റി പ്രൊസീജിയേഴ്സ്. എപ്പോഴും തന്നെ ആ ഒരു ഇത് അല്ലെ ആ ഒരു ശുശ്രൂഷ മനോഭാവത്തോടുകൂടി നിൽക്കുമ്പോൾ അവരുടെ എല്ലാ തരത്തിലുള്ള സംരക്ഷണ സംബന്ധമായിട്ട് പേഷ്യൻസിനാണെങ്കിലും ഡോക്ടേഴ്സിനാണെങ്കിലും എല്ലാവർക്കും സുരക്ഷിത ഉറപ്പാക്കേണ്ട നടപടിക്രമങ്ങളെല്ലാം നടപ്പാക്കേണ്ടതും എക്സിക്യൂട്ടീവ് പവറിലുള്ള വ്യക്തിയാണ്. Then furthermore, the outpatient department executive is accountable for checking that everything in outpatient department area is in its correct place and ensuring that there are no items left over by the previous shift receptionist. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് എല്ലാം ഓരോ പ്ലേസിൽ അല്ലെ വെക്കേണ്ട സ്ഥലത്ത് തന്നെ സാധനങ്ങളെല്ലാം വ്യക്തമായിട്ട് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇൻ കേസ് പ്രീവിയസ് ആയിട്ടുള്ള ഷിഫ്റ്റിലുള്ള വ്യക്തികള് അവര് എററായിട്ടൊന്നും തന്നെ അവിടെ ഇവിടെ വിട്ടെറിഞ്ഞിട്ടൊന്നല്ല പോയേക്കുന്നത്. ഓരോ ഷിഫ്റ്റിലുള്ള ഡ്യൂട്ടിയുള്ള സ്റ്റാഫുകൾ അവര് കൃത്യമായിട്ട് അവരുടെ ഡ്യൂട്ടി നിർവഹിച്ചിട്ട് തന്നെയാണ് പോയിരിക്കുന്നത് എന്നുള്ളത്
ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതായത് ഇവരുടെ മേൽനോട്ടത്തിൽ അത് മനസ്സിലാക്കിയെടുക്കാം. എന്തെങ്കിലും വെക്കേണ്ട സ്ഥലത്ത് നല്ല സാധനങ്ങളൊക്കെ വെച്ചേക്കണമെങ്കിൽ അതെല്ലാം റിപ്പോർട്ട് ചെയ്ത് അവരെ കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് ഒക്കെ എടുക്കേണ്ടതുണ്ട്. അപ്പൊ അതാണ് പറയുന്നത്. ഫർദർ മോർ ദ outpatient department executive is accountable for checking that everything in the outpatient department area is in its correct place and ensuring that there are no items left over by the previous shift receptionist. The next, they direct patients to the payment counter to make their case paper, ensuring a smooth and efficient process. അതായത് എന്തെങ്കിലും പേഷ്യൻസിന് എന്തെങ്കിലും കേസുമായി ബന്ധപ്പെട്ട് അതായത് എന്തെങ്കിലും ചെയ്തു തീർക്കാനുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ പേയ്മെന്റോ കൗണ്ടർ വഴി പേയ്മെന്റുകൾ അടയ്ക്കേണ്ടതോ ആ കേസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഡയറക്റ്റ് ചെയ്യുക. അതായത് ഇന്ന രീതിയിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ഒക്കെ അടച്ച് ഇന്ന രീതിയിലുള്ള പേപ്പറുകളുടെ വർക്കുകളൊക്കെ നമുക്ക് ക്ലിയർ ഔട്ട് ചെയ്തു പോകാനായിട്ട് സാധിക്കും. അപ്പൊ അതുമായി ബന്ധപ്പെട്ട നല്ല രീതിയിൽ അത് കാര്യക്ഷമമായിട്ട് തന്നെ ആ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഒരു ഡയറക്ഷൻ, ഒരു വഴികാട്ടിയായിട്ട് കാണിച്ചു കൊടുക്കേണ്ടതും ഈ എക്സിക്യൂട്ടീവ് പവറുള്ള വ്യക്തി തന്നെയാണ്. നമുക്കറിയാം ചില പേയ്മെന്റ്സും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ചില ഇഷ്യൂസുകൾ വരാം അല്ലെ. ചിലപ്പോ നമ്മുടെ ഇൻഷുറൻസ് പാക്കിങ്ങോ മായി ബന്ധപ്പെട്ടുള്ള പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ചില ഇഷ്യൂസ് ഒക്കെ വരാം. അപ്പൊ ചിലപ്പോ അവർക്ക് ചിലപ്പോ പേയ്മെന്റ് അവരുടെ പോക്കറ്റിൽ നിന്ന് തന്നെ എടുത്തു കൊടുത്ത് അടച്ച് തീർത്തിട്ട് വേണ്ടി വരും. ചിലപ്പോ വേണമെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടപടിക്രമങ്ങളിലേക്ക് പോകണമെങ്കിൽ പദമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ആ ഒരു വേ അത് വ്യക്തമാക്കി കൊടുക്കേണ്ടത് എക്സിക്യൂട്ടീവ് പവറിലുള്ള വ്യക്തിയുടെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് പറയുന്നത് ഓവറോൾ ദ outpatient department executive is necessary for ensuring that the outpatient department runs efficiently, providing high quality care to patients while also managing cost and maintaining regulatory compliance. അതായത് ഇവരെ എപ്പോഴും എക്സിക്യൂട്ടീവ് പവറിലുള്ള വ്യക്തി പ്രധാനമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയുള്ള സർവീസ് തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നല്ല കാര്യക്ഷമമായിട്ടാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും പ്രവർത്തിക്കുന്നത്. അതല്ലെങ്കിൽ മിനിമം കോസ്റ്റോട് കൂടിയിട്ടുള്ള നല്ല രീതിയിലാണ്, വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത നടപടിക്രമങ്ങളിലൂടെയാണ് ഈ പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ട് പോകുന്നത് എന്ന് ഉറപ്പുവരുത്തേണ്ട അല്ലെങ്കിൽ ഓവറോൾ ആയിട്ട് സൂപ്പർവൈസർ മേൽനോട്ടം വഹിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ചുമതലയും ആണ് എക്സിക്യൂട്ടീവ് പവറിലുള്ളവരുടെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. ഏതെങ്കിലും പോയിന്റ്സ് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. Seventieth point. Furthermore, the outpatient department executive is accountable for checking that everything in the outpatient department areas in its correct place. അതായത് കൂടുതലായി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് അവര് വെക്കേണ്ട പ്ലേസുകൾ നമുക്കറിയാലേ, ഒരു കുട്ടികളിലേക്ക് നമുക്ക് ചില കാർഡിയോളജിസ്റ്റ് ഡോക്ടറിനൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ അവര് മുൻകൂട്ടി പ്രഷറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഓരോ പേഷ്യൻസും അത് രേഖപ്പെടുത്തിയതിനു ശേഷമാണ് ഡോക്ടറിനെ വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. കാരണം ഡോക്ടർക്ക് അത് പെട്ടെന്ന് തന്നെ അതിന്റെ മോണിറ്ററിങ് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് അവർക്ക് എക്സാം ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവര് അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടല്ലേ, പ്രഷർ നോക്കേണ്ടതുണ്ടാവും, അല്ലെങ്കിൽ വെയിറ്റ് നോക്കേണ്ടതുണ്ടാവും. അങ്ങനെയൊക്കെയുള്ള സാമഗ്രികളൊക്കെ ഇവര് സജ്ജീകരിച്ച് വെക്കേണ്ടതുണ്ടാവും. അത് അവരുടെ ഡ്യൂട്ടിയിലുള്ളവര് ആ സ്റ്റാഫുകൾ കൃത്യമായിട്ട് തന്നെയാണ് അത് കൈകാര്യം ചെയ്ത് വെച്ചേക്കുന്നത്. ഓരോ പ്ലേസിൽ വെക്കേണ്ട പ്ലേസിൽ തന്നെയാണ് ആ വെയിറ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ പ്രശ്നം നോക്കേണ്ട സംഭവങ്ങള്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത് ഓരോ പേഷ്യൻസിനെയും ഡോക്ടറിലേക്ക് പറഞ്ഞയക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇൻ കേസ് വേറെ ഏതെങ്കിലും സംഭവങ്ങൾ ഇപ്പൊ വേറെ ഡോക്ടേഴ്സിനാണെങ്കിൽ വേറെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ ഏത് ഇതാണോ അത് വെക്കേണ്ട പ്ലേസിൽ തന്നെയാണ് ഓരോ സാമഗ്രികൾ വെച്ചത് ഇരിക്കുന്നത് എന്ന് ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. അപ്പൊ ഇവര് സൂപ്പർവൈസ് നടത്തി കഴിയുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കെല്ലാം വ്യത്യസ്തമായിട്ട് അവരെ കൃത്യമായിട്ടുള്ള സ്ഥലത്തിലല്ല ഇതെല്ലാം വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കും. കേസ് ഇതിൽ പറയുന്ന മറ്റൊരു കാര്യമുണ്ട്, ഷിഫ്റ്റ് ഡ്യൂട്ടി അല്ലെ. ഓരോ ഷിഫ്റ്റ് കഴിയുമ്പോഴും അവരവരുടെ ഓരോ സ്റ്റാഫുകൾ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞ് അടുത്ത ഷിഫ്റ്റിലുള്ള പേഴ്സൺസ് കയറും. അപ്പൊ അവര് ചെയ്തിരിക്കുന്നത് കൃത്യമായിട്ട് തന്നെയാണ് ഓരോ ഡ്യൂട്ടിയിലുള്ള വ്യക്തികളും സ്റ്റാഫുകളും ചെയ്തിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. ഇതാണ് പ്രീവിയസ് റിസപ്ഷനിസ്റ്റ്. അവര് വേറെ അറ്റൻഡറോ റിസപ്ഷനിസ്റ്റോ ആരാവുക ഓരോ പ്ലേസിൽ തന്നെയാണ് അതാത് സാമഗ്രികൾ വെച്ചിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തുക എന്നാണ് ഡ്യൂട്ടി.
Furthermore, the outpatient department executive is accountable for checking that everything in the outpatient department areas in its correct place and ensuring that there are no items left over by the previous shift receptionist. Okay, clear ayo? ഇനി എന്തെങ്കിലും ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇതിലേക്ക് പോകാം. കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാവുന്ന ഒരു ചെറിയ സിമ്പിൾ ചാപ്റ്റർ ആണ് അല്ലെ, സിമ്പിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം എടുത്തു പോകാം. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിച്ചു പോകാം. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്താണെന്ന് നോക്കാം. ജോബ് സമ്മറി ഓഫ് പേഷ്യന്റ് കൗൺസിലർ. നമുക്കറിയാം കൗൺസിലറിന്റെ ഡ്യൂട്ടി എന്താണെന്നുള്ളത് അല്ലെ. ഒരു ഹോസ്പിറ്റലൊക്കെ ആകുമ്പോൾ കൗൺസിലറിന്റെ ആവശ്യകതയും ഉണ്ട്. കാരണം ചില രോഗികള് ചിലപ്പോൾ ആ ട്രീറ്റ്മെന്റിനോട് ചിലപ്പോൾ പൊരുത്തപ്പെട്ട് വരാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. ചില വേറെ രോഗങ്ങൾക്കൊക്കെയാണ് പെട്ടെന്ന് തന്നെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു രീതിയിലേക്ക് വരുമ്പോൾ രോഗികൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ അത് സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ ചിലപ്പോ എന്താണ് അവരുടെ രോഗം അങ്ങനെ വന്നു എന്നുള്ളത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള സ്വീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം. അങ്ങനെ വ്യത്യസ്ത എന്തൊരു ലെവലിൽ വരുമ്പോൾ കൗൺസിലേഴ്സിന്റെ ഒരു ഡ്യൂട്ടിയും കൂടി അവിടെയുണ്ട്. നോക്കാൻ എന്താണെന്നുള്ളത്. എ പേഷ്യന്റ് കൗൺസിലർ ഓൾസോ നോൺ ആസ് എ പേഷ്യന്റ് അഡ്വക്കേറ്റ് ഓർ എ പേഷ്യന്റ് ലേസർ. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് പേഷ്യന്റ് കൗൺസിലറിന്റെ മറ്റു പേരുകളാണ് പേഷ്യന്റ് അഡ്വക്കേറ്റ് അല്ലെ. ഒരു എന്താണ് നമ്മുടെ അഡ്വക്കേറ്റ് അഭിഭാഷകൻ എന്നുള്ള ലേബലിൽ അറിയപ്പെടാം, അതല്ലെങ്കിൽ കൗൺസിലർ എന്ന പേരിൽ അറിയപ്പെടാം. ഒപ്പം തന്നെ എന്താണ് പേഷ്യന്റ് ലേസർ, അതായത് നമ്മള് മറ്റു പേഷ്യന്റിനെ ഒപ്പം ചേർക്കാൻ പറ്റുന്ന ഒരു ഉദ്യോഗാർത്ഥി എന്ന പേരിലും ഇദ്ദേഹത്തെ അറിയപ്പെടാം. ഈസ് എ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഹു വർക്ക്സ് ക്ലീൻലി വിത്ത് ദ patient and their families to extend emotional support, education and advocacy. അതായത് അദ്ദേഹം ഈ കൗൺസിലർ എന്ന് പറഞ്ഞ വ്യക്തി എന്താണ് അവിടെയുള്ള പേഷ്യന്റിനോട് ഏറ്റവും അടുത്ത് അല്ലെ നല്ല രീതിയിൽ തീക്ഷ്ണമായിട്ട് അവരോട് യോജിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു, അല്ലെങ്കിൽ ഫാമിലി അവരുടെ റിലേറ്റീവ്സിനോടൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു മെമ്പറാണ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. A patient counselor, also known as a patient advocate or a patient ലേസർ, is a healthcare professional who works mainly with the patient and their families to extend emotional support. അവിടെ എടുത്ത് പറയുന്ന ഒരു കാര്യം എന്താണ് വൈകാരിക ബന്ധം അല്ലെ. ആ ഒരു ഫാമിലിയോടോ അല്ലെങ്കിൽ ആ പേഷ്യൻസിനോടോ ഒരു വൈകാരിക ബന്ധം, സപ്പോർട്ട്, എഡ്യൂക്കേഷൻ ആൻഡ് അഡ്വക്കസി. അതായത് അവർക്ക് എന്തെങ്കിലും അറിവുകേടുകൾ ഉണ്ടായെങ്കിൽ അത് പറഞ്ഞു കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരു സഹായം, അതല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും അഭിഷിക്തൻ ലോയറിന്റെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് എന്താണ് അഭിഭാഷകന്റെ ഡ്യൂട്ടി അദ്ദേഹത്തെ നിയമവശങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക അല്ലെ. അപ്പൊ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ചിലപ്പോ ചില സപ്പോർട്ടായിരിക്കും ആവശ്യം, എന്തെങ്കിലും സഹായങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നിയമവശങ്ങൾ അറിയാനായിരിക്കും, അതല്ലെങ്കിൽ എന്തെങ്കിലും ആ രോഗാവസ്ഥയെ കുറിച്ചിട്ടുള്ള ചില അറിവുകൾ അറിയാനായിരിക്കും. അത്തരത്തിൽ അവരെ സഹായിക്കുന്ന ഒരു പേഴ്സൺ ആണ് കൗൺസിലർ എന്ന് പറയുന്ന വ്യക്തി. Okay, the job description of a patient counselor normally includes the following responsibilities. അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തങ്ങളുണ്ട്. സാധാരണ രീതിയിൽ എന്താണ് ഒരു ജോബുമായി ബന്ധപ്പെട്ട് അതിന്റെ ജോലിയുമായി ബന്ധപ്പെടുത്തി നോക്കിയാൽ താഴെ പറയുന്ന ഉത്തരവാദിത്തങ്ങളാണ് അദ്ദേഹത്തിനുള്ളത്. എന്താണ് ഫസ്റ്റ് വൺ പറയുന്നത്? പ്രൊവൈഡിങ് ഇമോഷണൽ സപ്പോർട്ട്. നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. എന്താണ് ഇമോഷൻ, അതായത് വൈകാരികമായിട്ടുള്ള ഒരു സഹായം, ഒരു ബന്ധം അവരുമായിട്ട് നിലനിർത്തി കൊണ്ടുപോകാൻ എന്നുള്ളതാണ്. The patient counselor is accountable for providing emotional support to patients and their families, hearing their concerns and helping them deal with their diagnosis or illness. അതായത് ഇവരുടെ രോഗാവസ്ഥയുമായിട്ട് വരുന്ന ഈ പേഷ്യൻസിനെ അവരെ സഹായിക്കുക എന്നുള്ളത് പറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കേണ്ടതുണ്ട് അല്ലെ. എന്തെങ്കിലും പ്രോബ്ലംസ് വരുമ്പോഴാണ് കൗൺസിലറുടെ സേവനം അവർ തേടുന്നത്. അപ്പൊ അവരുടെ ആ പ്രോബ്ലം എന്തായാലും കേൾക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ എന്താണ് അതുമായി ബന്ധപ്പെട്ട ആ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട അവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ എന്താണ് ഈ പ്രോബ്ലം എന്ന് പറയുന്നത് ചിലപ്പോൾ രോഗത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ രോഗനിർണയത്തിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ആ രോഗാവസ്ഥയുമായി ബന്ധപ്പെട്ട മറ്റേതെങ്കിലും മാറ്ററുകളായിരിക്കാം. അതെല്ലാം എന്ത് തന്നെയാണെങ്കിലും അത് കേൾക്കുവാനുള്ള ഒരു മനോഭാവം കൗൺസിലറിന് ഉണ്ടായിരിക്കണം.
ഒപ്പം തന്നെ അവരെ സപ്പോർട്ട് ചെയ്യാറുണ്ട്, അവരെ സഹായിക്കുക, അതായത് പേഷ്യൻസിനെ അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഫാമിലീസിനെ സഹായിക്കുക എന്നുള്ള ഒരു കാര്യം കൂടിയാണ് ഫസ്റ്റ് പോയിന്റില് ഉത്തരവാദിത്വമായിട്ട് പറയുന്നത്. ദെൻ നെക്സ്റ്റ് എന്താ പറയുന്നത്, എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് ഫാമിലീസ്. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ എഡ്യൂക്കേറ്റിംഗ് പേഷ്യൻസ് ആൻഡ് their families about their diagnosis, treatment options and other side of their care. അതായത് ഒരു രോഗി അല്ലെ ഒരു ചികിത്സയുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ചിലപ്പോൾ അവർക്ക് ആ രോഗാവസ്ഥ പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല, അതിന്റെ ട്രീറ്റ്മെന്റ് ചിലപ്പോൾ അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, അതായത് അത് പെട്ടെന്ന് തന്നെ അവരുടെ മൈൻഡിലേക്ക് അത് ക്യാച്ച് ചെയ്യാൻ പറ്റാതെ വരും. അപ്പൊ എന്താണ് രോഗാവസ്ഥ, ആ രോഗനിർണയത്തിന്റെ കാര്യം എന്താണ്, ആ രോഗം എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടത്, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നമ്മൾ കെയർ ചെയ്യേണ്ടതുണ്ടോ, വളരെയധികം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടോ, സാമ്പത്തിക വശങ്ങൾ എങ്ങനെയുണ്ടോ, അങ്ങനെയെല്ലാം ഒരു എഡ്യൂക്കേഷൻ അവർക്ക് ആ രോഗാവസ്ഥയുമായിട്ടുള്ള ഒരു വിവരം പങ്കുവെച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്തം കൗൺസിലറുടേതാണ്. The patient counselor is accountable for educating patients and their families about their diagnosis, treatment options and other side of their care. നെക്സ്റ്റ് പറയുന്നത് അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ്. ഇതെല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നിയമാവശ്യങ്ങൾ അല്ലെ, അതിനെ കുറിച്ചിട്ട് ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് ആൻഡ് their families, helping them navigate the healthcare system and making sure that their needs are met. അതായത് നമുക്ക് നിയമവശം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ചിലപ്പോൾ ആക്സിഡന്റ് കേസുകളോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സൂയിസൈഡ് കേസുകളോ അങ്ങനെ എന്തെങ്കിലും ഇൻ കേസ് വേറെ ഏതെങ്കിലും രീതിയിൽ ഒരു പേഷ്യന്റ് എന്താണ് ഇതിന്റെ നിയമാവശ്യങ്ങളെ കുറിച്ചിട്ട് അവബോധം വേണമെങ്കിൽ അത് കൗൺസിലറാണ് ഇന്ന രീതിയിലാണ് ഇത് ചെയ്യേണ്ടത്, ഇതിന്റെ നടപടിക്രമങ്ങൾ ഇന്ന രീതിയിലാണ് വ്യക്തമായിട്ട് മനസ്സിലാക്കി കൊടുക്കേണ്ട ഒരു ഡ്യൂട്ടി കൗൺസിലറുടേതാണ്. ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ അഡ്വക്കേറ്റിംഗ് ഫോർ പേഷ്യൻസ് ആൻഡ് their families, അല്ലെങ്കിൽ അവരുടെ ഫാമിലീസിനെ മനസ്സിലാക്കി കൊടുക്കുക. ഹെൽപ്പിംഗ് ദം നാവിഗേറ്റ് ദ ഹെൽത്ത് കെയർ സിസ്റ്റം, അതിന്റെ ആ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റത്തിന്റെ അല്ലെ നമ്മുടെ രോഗത്തിന് വേണ്ടിയിട്ടുള്ള ആരോഗ്യ സംരക്ഷണ നിയമവശങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമാക്കി കൊടുക്കണം. ആൻഡ് മേക്കിംഗ് ഷുവർ ദാറ്റ് their needs are met, എന്തൊക്കെ ആവശ്യങ്ങളാണ് വരുന്നത് ഉന്നയിക്കുന്നത് അതെല്ലാം എന്താണ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതെല്ലാം സംതൃപ്തപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം കൗൺസിലറുടേതാണ്. നെക്സ്റ്റ് പ്രൊവൈഡിംഗ് റിസോഴ്സസ്. എന്താണ് ഇതിൽ പറയുന്നത്, പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ പ്രൊവൈഡിംഗ് എ പേഷ്യന്റ് ആൻഡ് their families with resources and information about the support groups, financial assistance and other services that may be available to them. നമുക്കറിയാം ചില ചികിത്സകൾ അല്ലെ നമ്മുടെ ഡയാലിസിസ് ഫങ്ഷനുകൾ അല്ലെങ്കിൽ ക്യാൻസർ ട്രീറ്റ്മെന്റുകൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചില സ്ഥാപനങ്ങളെല്ലാം അതിന്റെ ഒരു നിശ്ചിത ഭാഗമൊക്കെ ഇൻ കേസ് ചില അല്ലെ ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണെങ്കിലും, ഞാൻ വളരെ ചെറുതായിട്ട് പറഞ്ഞതേ ഉള്ളൂ, ഏത് തരത്തിലുള്ള ട്രീറ്റ്മെന്റിനും ചില സപ്പോർട്ടീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും സാമ്പത്തിക വശങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ടായതില്ല ഓരോ ഫാമിലിക്കും അതായത് നമുക്കറിയാം ഇത്രയും പൂവർ ഫാമിലികൾക്ക് ഇത്രയും സഹായം ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ധനകാര്യ സ്ഥാപനത്തിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട് എങ്കിൽ അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം അങ്ങനെയുള്ള ആ ഒരു വിഭവശേഷിയെ കുറിച്ചിട്ട് കൃത്യമായിട്ട് തന്നെ പറഞ്ഞു മനസ്സിലാക്കേണ്ടതും കൗൺസിലറിന്റെ ഡ്യൂട്ടിയാണ് എന്നുള്ളതാണ്. The patient counselor is accountable for providing patients and their families with resources and information about support groups. ഏതൊക്കെ സപ്പോർട്ട് ഗ്രൂപ്പ്സ് ആണ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ആണ് ആൻഡ് അതർ സർവീസസ്, ഏതെങ്കിലും സഹായങ്ങൾ ചെയ്യുന്ന വ്യക്തികളുണ്ടോ എങ്കിൽ അത് ദാറ്റ് മേ ബി അവൈലബിൾ ടു ദം, അത് കൃത്യമായിട്ട് തന്നെ അവരെ അറിയിക്കണം. ഇൻ കേസ് സാമ്പത്തിക വശം തന്നെ ആവണമെന്നില്ല, മറ്റേതെങ്കിലും അല്ലെ നമ്മുടെ ഇതൊക്കെ അവയവദാന സംഭവങ്ങളൊക്കെ വരുമ്പോഴും അത് എങ്ങനെയെന്നുള്ള കാര്യങ്ങളെല്ലാം അത് ആ ഏത് സോഴ്സിൽ നിന്നാണ് നമുക്ക് ലഭ്യമാക്കുന്നത് എന്നെല്ലാം അറിയിച്ചു കൊടുക്കേണ്ടത് ഈ കൗൺസിലറുടെ ഡ്യൂട്ടിയാണ്. ദെൻ കോർഡിനേറ്റിംഗ് കെയർ, അതായത് കോർഡിനേറ്റിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഏകോപനം അല്ലെ, അത് ഒരു സുരക്ഷമാര് ഹെൽത്തുമായി ബന്ധപ്പെട്ടുള്ള ഏകോപനവുമായി ബന്ധപ്പെട്ട് ദ പേഷ്യന്റ് കൗൺസിലർ ഈസ് അക്കൗണ്ടബിൾ ഫോർ organizing care between healthcare providers and ensuring that patients receive the essential service and treatment.
അതായത് പേഷ്യൻസിന് കൃത്യമായിട്ടുള്ള സേവനം അല്ലെ മതിയായ സേവനങ്ങൾ അല്ലെങ്കിൽ പരിചരണങ്ങൾ ഹോസ്പിറ്റലിൽ ലഭ്യമാകുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മാറ്റേഴ്സുകളെല്ലാം കോർഡിനേറ്റ് ഏകോപിപ്പിച്ച് കൊണ്ടുപോകേണ്ടതുണ്ടെങ്കിൽ അതുമായ കാര്യങ്ങളെല്ലാം ഈ കൗൺസിലറാണ് ചെയ്തു കൊടുക്കേണ്ടത്. patient counselor is accountable for organizing care between അല്ലെ സംഘടിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഹെൽത്ത് കെയർ between ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ആ ഒരു രോഗി പരിചരണം നൽകുന്നവരും അതോടൊപ്പം തന്നെ സ്വീകരിക്കുന്നവരുമായ പേഷ്യൻസിന് അത് കൃത്യമായിട്ട് തന്നെ ലഭിക്കുന്നുണ്ട് എന്ന് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത് ഏകോപിപ്പിച്ച് കൊണ്ടുപോയി നിർത്തേണ്ടത് കൗൺസിലറിന്റെ പ്രധാന ഡ്യൂട്ടിയാണ്. ഡെവലപ്പിംഗ് കെയർ പ്ലാൻസ് അതായത് ഡെവലപ്പിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം ഒരു വളർച്ച അല്ലെ. The patient's counselor is accountable for developing care plans for patients, which includes identifying their requirements and goals and working with the healthcare providers to make sure that these needs are met. അതായത് ഇവരുടെ അല്ലെ ഈ ഓരോ രോഗികളുടെയും ആവശ്യം എന്താണോ ആ ആവശ്യം അല്ലെങ്കിൽ ലക്ഷ്യം എന്താണോ പക്ഷെ ഡയഗ്നോസിസ് ചെയ്യാൻ അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് കിട്ടാനായിരിക്കും മറ്റെന്തെങ്കിലും കാര്യങ്ങളായിരിക്കും ആ ലക്ഷ്യം എന്താണോ അതനുസരിച്ചിട്ട് തന്നെ ഇവർക്ക് അവരുടേതായ ആവശ്യം നിറവേറ്റി കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുകയും അതിനെ കുറിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള പ്ലാനിങ് കാര്യങ്ങളും അത് കിട്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് അവർക്ക് ആ ലക്ഷ്യം നേടിയെടുക്കാനായിട്ട് അവർ ഉദ്ദേശിച്ച അല്ലെങ്കിൽ പേഷ്യൻസ് ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് അത് ഉറപ്പുവരുത്തണം. അത് അവരുടെ ആവശ്യം നിറവേറ്റുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ട ഡ്യൂട്ടി ആരെയാണ് കൗൺസിലറുടെ ഡ്യൂട്ടി തന്നെയാണ്. നെക്സ്റ്റ് പറയുന്നത് എന്താണ് മോണിറ്ററിംഗ് പ്രോഗ്രസ്. ഇതില് the patient counselor is accountable for monitoring patients' progress, evaluating their needs and making adjustment to their care plan as necessary. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ അവരുടെ ആ ഒരു അവരെന്ത് ആവശ്യമാണോ ഉന്നയിച്ചുകൊണ്ട് ഹോസ്പിറ്റലിൽ വന്നിരിക്കുന്നത് അത് ഇവാലുവേറ്റ് ചെയ്ത് അത് എന്താണ് ആവശ്യം എന്ന് മനസ്സിലാക്കി വിലയിരുത്തി അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഏകോപിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് ഏകോപിപ്പിച്ച് കൊടുത്ത് അവരുടെ ആ ഒരു ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതുണ്ടെങ്കിൽ ആ പ്ലാനിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ ഡോക്ടർ എന്താ പറയുക ഫിഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ചിലപ്പോൾ ചിലത് നമുക്ക് കൃത്യമായിട്ട് തന്നെ കാണാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. ചിലപ്പോൾ റിപ്പോർട്ട് കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ചില ആ ഒരു സ്പെഷ്യൽ കേസുകളിലെല്ലാം അവരുടെ ആവശ്യങ്ങൾ എന്താണോ അത് അനുസരിച്ചിട്ട് തന്നെ ചില കാര്യങ്ങളെല്ലാം ഇവാലുവേറ്റ് ചെയ്തിട്ട് കോർഡിനേറ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും ഡോക്ടറിനെ കൊണ്ട്. ഇതൊന്ന് റിപ്പോർട്ട് കാണാൻ വേണ്ടി മാത്രമാണ് ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് അങ്ങനെ ചെയ്യാം എങ്ങനെ. അപ്പൊ ആ ആവശ്യം നിറവേറ്റി കഴിഞ്ഞ് എന്താണ് പേഷ്യൻസിന് തൃപ്തിയായിട്ട് തന്നെ അവരുടെ കാര്യങ്ങളിലേക്ക് കിടക്കാനായിട്ട് സാധിക്കും. അപ്പൊ അത് മോണിറ്റർ ചെയ്ത് അതിന്റെ ആ പ്രോഗ്രസ് അതിന് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കിയിട്ട് അറിയിക്കുന്നവരെ അറിയിച്ച് അത് കൃത്യമായ ആവശ്യം നിറവേറ്റി കൊടുക്കുക എന്നുള്ളത് കൗൺസിലറുടെ പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. പിന്നെ എന്താണ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓവറോൾ അതിന്റെ ലാസ്റ്റ് ഒരു ഇതാണ് പാരഗ്രാഫിൽ പറയുന്നത്. ഓവറോൾ ദ റോൾ ഓഫ് പേഷ്യന്റ് കൗൺസിലർ ഈസ് ടു extend the support and advocacy for a patient and their families, helping them navigate the healthcare system and making sure that they receive a high quality care. അതായത് നമ്മൾ എന്തായാലും കൗൺസിലർ ഉറപ്പാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസിന് നല്ല ഒരു ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു സംരക്ഷണമാണ് കൊടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമാവശ്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ അതല്ലെങ്കിൽ എന്തെങ്കിലും സപ്പോർട്ടോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും അല്ല അപ്പൊ ആ ഫാമിലിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പേഷ്യന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കൗൺസിലറുടെ ഭാഗത്ത് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത് കൗൺസിലറുടെ പ്രധാനപ്പെട്ട ചുമതലയാണ്. Strong communication skills, empathy, and a deep understanding of healthcare systems and services are necessary for success in this role. അതായത് ഈ ഒരു വിജയത്തിൽ നല്ല രീതിയിലുള്ള ഒരു കാര്യം അല്ലെ കൗൺസിലറുടെ ഡ്യൂട്ടി നന്നായിട്ട് ചെയ്തു തീർക്കണമെങ്കിൽ എന്താ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നല്ല ആശയവിനിമയം നടത്താനുള്ള കഴിവ് അത് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. അതായത് അതിലെന്താണ് ഈ പറഞ്ഞ സിമ്പതിയും എമ്പതിയും എല്ലാം. അതായത് നമുക്ക് ഒരു ഫാമിലി മെമ്പേഴ്സിനെ പോലെയൊക്കെ കാണണമെങ്കിൽ ഒരു വൈകാരിക ബന്ധം ഉണ്ടായിരിക്കണം അല്ലെ. ഒരു
ദയയും കരുണയും ഒക്കെ അവരോട് കാണിക്കണം. എന്തെങ്കിലും സപ്പോർട്ടീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് പ്രദാനം ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നിയമവശങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ അവരോട് ഒരു ക്ഷമയും അതേമാതിരി തന്നെ വിനയവും അല്ലെങ്കിൽ സഹാനുഭൂതിയോട് കൂടിയിട്ടുള്ള ചില വൈകാരിക ബന്ധങ്ങളെല്ലാം ഇവർക്ക് ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട നല്ലൊരു ഘടകമാണ് നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, നല്ലൊരു ആശയവിനിമയം നടത്താനുള്ള കഴിവുണ്ടായിരിക്കുക എന്നുള്ളത്. ഇതെല്ലാം എന്താണ് ഈ ഒരു ഓർഗനൈസേഷന്റെ ആ ഒരു നല്ല പേഷ്യൻസിനെ സംതൃപ്തമാക്കി പറഞ്ഞേക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സർവീസ് മൈൻഡോട് കൂടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കഴിവാണ് എന്നുള്ളതാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? നമുക്കൊരു ഇതും കൂടി പഠിക്കാനുണ്ട്. അത് നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഞാൻ കണ്ടിന്യൂ ചെയ്തോട്ടെ. ലാസ്റ്റ് പാരഗ്രാഫ് ഒന്നുകൂടി പറയുന്നത്. ഓക്കെ, പറയാം. Overall, the role of a patient counselor is to extend the support and advocacy for a patient and their families, helping them navigate the healthcare system and making sure that they receive a high quality care. അതായത് ഇതിലൂടെ ഈ ഒരു കൗൺസിലർ എന്ന അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ മനസ്സിലാക്കി ഒരു നിയമത്തിന്റെ ഡ്യൂട്ടി, അതല്ലെങ്കിൽ ഒരു സപ്പോർട്ടീവ് സ്റ്റാഫിന്റെ ഡ്യൂട്ടി, അതല്ലെങ്കിൽ എന്താണ് ഫാമിലി മെമ്പേഴ്സിനോട് കൂടെ വൈകാരിക ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയുടെ ഡ്യൂട്ടിയൊക്കെയാണ് കൗൺസിലറിനുള്ളത്. അത് നല്ല രീതിയിൽ തന്നെ നല്ല ഹൈ ക്വാളിറ്റിയോട് കൂടിയിട്ട് തന്നെ, അതായത് നല്ല ഗുണമേന്മയുള്ള സേവനം കാഴ്ചവെക്കാനായിട്ട് പേഷ്യൻസിന് കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ ഓവറോൾ ആയിട്ട് തന്നെ മനസ്സിലാക്കി കൊണ്ടുപോകണം. അതായത് നമുക്കറിയാം, മേൽനോട്ടം വഹിക്കുമ്പോഴറിയാം എവിടെയാണ് എറർ സംഭവിക്കുന്നത് എന്നുള്ളത് അല്ലെ. അപ്പൊ എക്സിക്യൂട്ടീവ് അത് കൃത്യമായിട്ട് തന്നെ ഒരു സപ്പോർട്ട്, അവരവർ ചിലപ്പോൾ ഒരു പേഷ്യന്റിന് എന്താണ് നിയമവശങ്ങൾ അറിയാനായിരിക്കും ആവശ്യം, ചിലപ്പോൾ മറ്റൊരു പേഷ്യന്റിന് സാമ്പത്തിക വശങ്ങളെ കുറിച്ചിട്ടുള്ള അറിവായിരിക്കും ആവശ്യം, അതല്ലെങ്കിൽ മറ്റു പേഷ്യന്റിന് ചിലപ്പോൾ അവിടെയുള്ള എന്താണ് ഡോക്ടേഴ്സിന്റെ സേവനങ്ങൾ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും. അപ്പൊ എന്താണോ അത് നല്ല രീതിയിൽ നല്ല ഗുണമേന്മയോട് കൂടി എത്തിക്കുക എന്നുള്ളതാണ് പരമപ്രധാനമായിട്ടും എക്സിക്യൂട്ടീവിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. അത് അദ്ദേഹം ഉറപ്പുവരുത്തണം, അങ്ങനെ എത്തിക്കുന്നുണ്ട് എന്നുള്ളത്. നല്ല രീതിയിൽ തന്നെ ഗുണമേന്മയോട് കൂടി ഇങ്ങനെ പേഷ്യൻസിന് കൊടുക്കുന്നുണ്ട്, പ്രദാനം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. Then strong communication skill, empathy and deep understanding of a healthcare system and the services are necessary for success in this role. അതായത് ഈ റോള് കൈകാര്യം ചെയ്യണമെങ്കിൽ ഇനിയിപ്പോ നേരത്തെ പറഞ്ഞ ഓരോരുത്തരുടെയും ആവശ്യകത എന്താന്ന് കണ്ടറിഞ്ഞ് അത് ഡീല് ചെയ്യണമെങ്കിൽ എന്താണ് അവർക്ക് നല്ല ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആവശ്യമാണ് അല്ലെ. നല്ല ആശയവിനിമയം നടത്താനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള സ്ട്രോങ് എന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള ഒരു കഴിവ് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ വേണ്ട പറ്റുന്നതാണ് അദ്ദേഹത്തിന് എന്താണ് എമ്പതി അല്ലെ, എല്ലാവരോടും ഒരു സഹാനുഭൂതിയോട്
ആയിട്ടുള്ള പെരുമാറാനുള്ള കഴിവ് ആൻഡ് ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ഹെൽത്ത് കെയർ സിസ്റ്റം. അതായത് ആ ഒരു ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചിട്ട് നല്ല ഒരു അവബോധം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. എങ്ങനെയൊക്കെയാണ്, എവിടെയൊക്കെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുക, എവിടെയൊക്കെയാണ് എനിക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുക. അതായത് എക്സിക്യൂട്ടീവ് എന്നുള്ള ആ ഒരു കൗൺസിലർ എന്നുള്ള രീതിയിൽ എനിക്ക് എവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള നല്ലൊരു അവബോധം അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. നല്ല സർവീസ് ആണ്. അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് നല്ല രീതിയിൽ ആ പേഷ്യൻസിന് നല്ല സേവനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുക എന്നുള്ളത്. ക്ലിയർ ആയോ? വേറെ എന്തെങ്കിലും? നോക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് ബേസിക് സ്കിൽസ് റിക്വയർഡ് ഫോർ നോൺ ക്ലിനിക്കൽ ജോബ്സ്. അതായത് നമുക്കറിയാം അവിടെ അല്ലെ ഹോസ്പിറ്റലില് പ്രധാനമായിട്ടും ഡോക്ടേഴ്സും നഴ്സുമാരും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചികിത്സാ കാര്യങ്ങൾ മാത്രം നിർവഹിക്കുന്ന പേഷ്യൻസിനെ ശുശ്രൂഷിക്കുന്ന വ്യക്തികൾ മാത്രമല്ല, അവർക്ക് മറ്റ് സേവനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരുപാട് പേഴ്സൺസും അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലെ. റിസപ്ഷനിസ്റ്റ് തുടങ്ങി അങ്ങനെ നോക്കുകയാണെങ്കിൽ മറ്റു തരത്തിൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, പേഷ്യൻസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി പേരും കൂടി വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് പ്രധാനമായിട്ട് പറയുന്നത്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഹോസ്പിറ്റൽ നീഡ് റേഞ്ച് ഓഫ് സ്കിൽസ് ടു effectively to their roles. Some key skills for a non-clinical staff in a hospital consist of. അതായത് ഇത്തരത്തില് ഒരുപാട് പേഴ്സൺസ് അവിടെ എഫക്റ്റീവ് ആയിട്ട് നല്ല കാര്യക്ഷമമായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്, അവരവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നുണ്ട്. അങ്ങനെ നിർവഹിക്കുന്നവരുടെ പ്രത്യേകമായിട്ടുള്ള സ്കില്ലുകൾ, കഴിവുകളൊക്കെയാണ് താഴെ പറയുന്നത്. എന്തൊക്കെ കഴിവുകളാണ് വേണ്ടത്? ഇപ്പൊ ഞാൻ ഫ്രണ്ട് ഓഫീസൊക്കെ എടുത്തപ്പോ നിങ്ങൾക്ക് അത്യാവശ്യം അല്ലെ അവിടെ റിസപ്ഷനിസ്റ്റിന്റെ ഡ്യൂട്ടിയൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അവർക്കുള്ള പ്രധാനപ്പെട്ട ഡ്യൂട്ടീസ് ഒക്കെ തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുന്നതും. എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക്, നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള പേഴ്സൺസ് അവിടെ വർക്ക് ചെയ്യുന്നവര്, അവർക്ക് പ്രധാനമായിട്ടും വേണ്ടിയിരിക്കേണ്ട കുറെ സ്കില്ലുകൾ, കഴിവുകളാണ്. Communication skill, strong communication skills are necessary for a non-clinical staff to effectively interact with the patients, visitors, and other staff members. They should be able to communicate clear and empathetically, both verbally and in writing. അതായത് നമുക്കറിയാം ഇവർക്ക് അല്ലെ ഈ ഒരു റിസപ്ഷനിസ്റ്റ് ഫീൽഡിലോ അല്ലെങ്കിൽ നമുക്കറിയാം എന്താണ് ഓർഡർ ഒക്കെ നമുക്ക് ഓരോ പേഷ്യൻസിന്റെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ടൈമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അത് അവൈലബിൾ ആക്കുന്നവരെ നമ്മൾ നേരത്തെ കണ്ട സെക്രട്ടറിമാരുടെയൊക്കെ നോൺ ക്ലിനിക്കൽ ആയിട്ടുള്ള പേഴ്സൺസ് ആണ് അവര്. അവരുടെയൊക്കെ എന്താണ് ഡ്യൂട്ടികളിൽ അവർക്ക് പ്രധാനമായിട്ടും വേണ്ടിയിരിക്കേണ്ട ഒരു കഴിവാണ് ആശയവിനിമയം നടത്താനുള്ള കഴിവ്. അത് നല്ല രീതിയിൽ ശക്തമായിട്ടുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടെങ്കിൽ മാത്രമാണ് എന്താണ് പേഷ്യൻസ് ആയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരോടും ബന്ധം സ്ഥാപിച്ചെടുത്ത് അവരിൽ നിന്ന് കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായിട്ടുള്ള മറുപടികൾ കൃത്യമായിട്ട് അവർക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇത് സന്ദർശകരാണെങ്കിലും അല്ലെങ്കിൽ പേഷ്യൻസിനെ അവിടെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ആർക്കാണെങ്കിലും അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് തന്നെ മറുപടി പറയണം. അതിനു വേണ്ടിയിട്ട് എന്താണ് അവരുടെ ചിലപ്പോൾ അനുകമ്പയോട് കൂടിയിട്ടോ അല്ലെങ്കിൽ ക്ഷമയോടുകൂടി കേൾക്കാനുള്ള ഒരു കഴിവ്, അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് ഉദ്ദേശിക്കുന്ന ആൻസർ കൊടുക്കാനുള്ള ഒരു കഴിവും എന്താണ് ഇവർക്ക് വ്യക്തമായിട്ട് ഉണ്ടായിരിക്കണം. ഇനി പറയുന്ന മറ്റൊരു കാര്യം, അത് ഒരുപക്ഷെ ചിലപ്പോൾ വെർബലി അല്ലെ വോയിസ് ആയിട്ട് തന്നെ പറഞ്ഞാണ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്. ചിലപ്പോൾ അവർക്ക് റിട്ടേൺ ഫോമിൽ തന്നെ എന്തെങ്കിലും കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ടെങ്കിൽ അത് റിട്ടേൺ ഫോമിൽ തന്നെ എഴുതി തയ്യാറാക്കി അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ ശക്തമായിട്ട് ഇങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് മറുപടി കൊടുക്കാനുള്ള ഒരു കഴിവ് ആർക്കുണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പറയുന്നത് കസ്റ്റമർ സർവീസ് സ്കിൽ. അപ്പൊ നമ്മൾ കണ്ടായിരുന്നു അല്ലെ, കസ്റ്റമർ ആരാണെന്നൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ് റിസപ്ഷനിസ്റ്റിന്റെ ആ ഒരു ഫ്രണ്ട് ഓഫീസില്. അപ്പൊ കസ്റ്റമറിന്റെ സർവീസ് ഉറപ്പാക്കണമെങ്കിൽ എന്താണ് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞിട്ട് പേഷ്യൻസിന്റെ ആവശ്യകതകൾക്ക് അനുസരിച്ചിട്ട് എന്തെങ്കിലും അല്ലെ അവർക്ക് സേവനങ്ങളായിട്ട് കാഴ്ചവെക്കേണ്ടതുണ്ട്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓപ്പൺ ആക്ട് ആസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ്
കോണ്ടാക്ട് ഫോർ പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ്. സാധാരണയായിട്ട് വിസിറ്റേഴ്സിനെ അല്ലെങ്കിൽ പേഷ്യൻസിനൊക്കെ ആദ്യം കോണ്ടാക്ട് ചെയ്യുന്നവരാണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ. അവര് ദേ ഷുഡ് മെയിൻറ്റെയിൻ എക്സലന്റ് കസ്റ്റമർ സർവീസ് സ്കില്ല്. അവർക്ക് അതുകൊണ്ട് തന്നെ നല്ലൊരു കസ്റ്റമർ സ്കില്ല്, അതായത് അവരെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് അവിടെയുള്ള കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം. വിച്ച് ഇൻക്ലൂഡ് ദ എബിലിറ്റി ടു ബി calm and composed in difficult situations, handle inquiries and complaints, and provide a positive and welcoming environment. അതായത് നമുക്കറിയാം അവരെ വെൽക്കം ചെയ്യുമ്പോൾ നല്ല റിസപ്ഷനിസ്റ്റ് നല്ല കാമൺ പോയിന്റോട് കൂടിയിട്ട് എന്താണ് നമ്മൾ അന്നേരം പറഞ്ഞിരുന്നത് എന്താണ്, രാജാക്കന്മാരെ പോലെ വെൽക്കം ചെയ്യണം, വളരെ ശാന്തമായിട്ട് വിനീതരായിട്ടൊക്കെ തന്നെ അവരെ സ്വീകരിക്കണം. കസ്റ്റമേഴ്സിന് അതായത് പേഷ്യൻസിനൊക്കെ സ്വീകരിക്കേണ്ടതായിട്ട് വരും. അവരുടെ ചോദ്യങ്ങൾക്ക് അനുസരിച്ചിട്ട് തന്നെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. ഇൻകേസ് എന്താണ് അവിടെ ശാന്തമായിട്ട് തന്നെ മറുപടി കൊടുക്കണം. അതോടൊപ്പം തന്നെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എത്രത്തോളം എങ്ങനെ മാനേജ് ചെയ്ത് കൈകാര്യം ചെയ്യാൻ പറ്റുമോ അതനുസരിച്ചിട്ട് തന്നെ അവർ മാനേജ് ചെയ്ത് കൈകാര്യം ചെയ്യണം. അതേപോലെ തന്നെ ഏത് ചോദ്യമാണോ എൻക്വയറിയിൽ നിന്ന് എന്ത് ചോദ്യമാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും കംപ്ലൈൻസ് വരികയാണെങ്കിലും അതിന് വ്യക്തമായ ഒരു രൂപരേഖ, അതായത് അവർക്ക് കൃത്യമായിട്ടുള്ള മനസ്സിലാകുന്ന രീതിയിൽ ആ കംപ്ലൈൻസ് ഒതുക്കി തീർക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവര് റിട്ടേൺ മറുപടി കൊടുക്കേണ്ടതായിട്ട് വരും. അതിന് പ്രൊവൈഡ് പോസിറ്റീവ് ആൻഡ് വെൽക്കമിങ് എൻവയൺമെന്റ്, അതായത് ഇവർക്ക് നല്ല ഒരു പോസിറ്റീവ്, ആ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഇല്ലാതെ നല്ലൊരു പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുന്ന രീതിയിൽ ആക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട എന്താണ് റിസപ്ഷനിസ്റ്റ് പോലെയുള്ള ആ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടായിരിക്കേണ്ടത്. അതാണ് കസ്റ്റമർ സർവീസ് സ്കില്ലിൽ പ്രധാനമായിട്ടും വിവരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓർഗനൈസേഷണൽ സ്കില്ല്. എന്താണ് ഓർഗനൈസേഷണൽ സ്കിൽസിൽ പറയുന്നത്? ഹോസ്പിറ്റൽസ് ആർ ഫസ്റ്റ് ഫേസ്ഡ് എൻവയൺമെന്റ് വിത്ത് എ ലോട്ട് ഓഫ് ടാസ്ക് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റല് അതിൻ്റെതായ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അത് വളരെ സ്പീഡിലായിട്ട് കൈകാര്യം ചെയ്ത് പോകണം അല്ലെ. നമുക്കറിയാം പേഷ്യൻസ് ആണ്, അവരുടെ രോഗങ്ങൾ ചിലപ്പോ പെട്ടെന്ന് തന്നെ രോഗത്തിലേക്ക് സമയത്തിനൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ് രോഗാവസ്ഥ ആയതുകൊണ്ട് തന്നെ. അപ്പൊ അവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം പെടപെടാന്ന് തന്നെ ചെയ്ത് തീർത്ത് കൊണ്ടുപോയാൽ മാത്രമേ അവർക്ക് ആ ഒരു പേഷ്യന്റിന് തൃപ്തിയാകുന്ന രീതിയിലുള്ള സേവനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. So, non-clinical staff should have strong organizational skills to manage their workload, എന്താണ് പ്രയോറിറ്റീസ്, ടാസ്ക് ആൻഡ് മീറ്റ് ഡെഡ്ലൈൻ. അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെ ഫ്രണ്ട് ഓഫീസിൽ കണ്ടപ്പോൾ നമ്മൾ പഠിച്ചതാണ്, ഫോൺ കോൾ വരാം, ചിലപ്പോൾ ഒരു പക്ഷേ ഡിപ്പാർട്ട്മെന്റിന്റേതായിട്ടുള്ള എന്തെങ്കിലും കമ്പ്യൂട്ടറിൽ മെസ്സേജുകളൊക്കെ വരാം. അത് അതിന് ഇടയ്ക്കായിരിക്കും ചിലപ്പോൾ ഫ്രണ്ടില് എന്താണ് പേഷ്യൻസ് അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു വരുന്നത്. അതിനോടൊപ്പം തന്നെയായിരിക്കും ചിലപ്പോൾ അഡ്മിഷൻ കേസായിട്ട് പെട്ടെന്ന് എന്തെങ്കിലും എമർജൻസി കേസുകളൊക്കെ വരാം. അപ്പൊ ഏതിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത് ആ പ്രയോറിറ്റി അനുസരിച്ചിട്ട് എത്രയും പെട്ടെന്ന് അവരുടെ വർക്കുകളൊക്കെ ചെയ്ത് തീർത്ത് ആ വർക്ക് ലോഡിനെ എന്താണ് നന്നായിട്ട് രീതിയിൽ മാനേജ് ചെയ്യുന്നത്. ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, ഏതാണ് സ്പീഡിൽ ചെയ്യേണ്ടത്, ആരെയാണ് എളുപ്പം കോണ്ടാക്ട് ചെയ്ത് ഇതിന് പരിഹാരം ഉണ്ടാക്കുക, അങ്ങനെ ഓർഗനൈസ് ചെയ്യാനായിട്ട് എല്ലാം സംഘടിപ്പിച്ച് കൊണ്ടുപോകാനായിട്ടുള്ള പ്രത്യേക കഴിവ് ആർക്കുണ്ടായിരിക്കണം? നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അതായത് നമുക്കറിയാം ഹോസ്പിറ്റൽ ആവുമ്പോൾ പെട്ടെന്ന് സമയത്തിന് ഇച്ചിരി പ്രാധാന്യത്തോടു കൂടി ചില പേഷ്യൻസിനെ സംബന്ധിച്ച് സമയത്തിന് അവർക്ക് ട്രീറ്റ്മെന്റ് എത്തിക്കുക, ആ ടൈമിനുള്ളിൽ ട്രീറ്റ്മെന്റ് എത്തിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ രോഗി രക്ഷപ്പെടുന്ന അവസ്ഥ വരെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല പ്രോംപ്റ്റ് ആയിട്ട് നന്നായിട്ട് തന്നെ സ്പീഡിൽ ഹാൻഡിൽ ചെയ്താൽ മാത്രമേ അത് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്ന് അതിന്റെ പ്രധാനമായിട്ടുള്ള സൗകര്യങ്ങൾ സംഘടിപ്പിച്ച് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടും ഓർഗനൈസേഷൻ സ്കിൽസിൽ പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ടെക്നോളജി സ്കില്ല്. ടെക്നോളജി സ്കിൽ എന്താണ്? Proficiency in using different computer applications, electronic health record system, and other healthcare technology is vital for non-clinical staff. അതായത് നമുക്കറിയാം പുതിയ പുതിയ ടെക്നോളജി വികസിക്കുന്നതോടൊപ്പം തന്നെ പുതിയ പുതിയ കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാൻ നടപ്പാക്കി കൊണ്ടുവരും. അപ്പൊ അതെല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് തന്നെ ഇവര് പഠിച്ചെടുത്ത് തന്നെ നന്നായിട്ട് സ്പീഡിൽ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടി എന്താണ് ഈ ഒരു നോൺ ക്ലിനിക്കൽ സ്റ്റാഫുകൾ നേടിയിരിക്കേണ്ടതുണ്ട്. അനദർ ഹെൽത്ത് കെയർ ടെക്നോളജി ഈസ് വൈറ്റൽ എന്ന് പറയുമ്പോൾ ഏതാണ് പ്രധാനപ്പെട്ടത് അല്ലെ, ഏതെങ്കിലും ടെക്നോളജിക്ക് പ്രാധാന്യത്തോടു കൂടി കൈകാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം അവര് നേടിയിരിക്കേണ്ടതുണ്ട്. They should be comfortable with the technology and willing to learn new system as required.
അപ്പൊ നമുക്ക് കംഫർട്ടബിൾ നമുക്ക് സൗകര്യപ്രദമായിട്ട് ആ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങൾ സുഗമപ്രദമായിട്ട് രീതിയിൽ നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഏതാണോ സൗകര്യപ്രദമായത് ആ ടെക്നോളജി മസ്റ്റ് ആയിട്ടും ഇവര് പുതിയതാണെങ്കിലും അത് ക്യാച്ച് ചെയ്യാനും അത് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കഴിവ് ഈ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, അതായത് പ്രോബ്ലം എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അല്ലെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് മേ ഫേസ് വേരിയസ് ചലഞ്ചസ് ആൻഡ് പ്രോബ്ലംസ് വൈൽ എക്സിക്യൂട്ടിംഗ് their duties. അവരവരുടെ ഡ്യൂട്ടി നിർവഹിക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള എന്താണ് വെല്ലുവിളികൾ നേരിടേണ്ടി വരും. നമ്മൾ ഫ്രണ്ട് ഓഫീസിലൊക്കെ പഠിച്ചതാണ്. The ability to think critically, evaluate the situation and find adequate solutions is valuable in ensuring smooth operations and addressing issues promptly. അതായത് നമുക്കറിയാം കൃത്യമായിട്ട് തന്നെ അല്ലെ പെട്ടെന്ന് അവർക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ ക്രിയാത്മകമായിട്ട് ചിന്തിച്ച് എങ്ങനെയാണ് ഇതിന്റെ ഓപ്ഷൻസ് അതൊന്നും കണ്ടെത്താൻ സാധിക്കുന്നത്, അതനുസരിച്ചിട്ട് തന്നെ ആ ഒരു സൊല്യൂഷൻ കണ്ടെത്തി അവർക്ക് കൃത്യമായിട്ട് തന്നെ അത് മനസ്സിലാക്കി. ചിലപ്പോ ചില ഇഷ്യൂസുകൾ പെട്ടെന്ന് നമുക്കറിയാം നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് തന്നെയായിരിക്കും ഒരു പക്ഷേ തിക്കുന്നരക്കോ അല്ലെങ്കിൽ പെട്ടെന്ന് ടൈമിന്റെ കാര്യത്തിലോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ എളുപ്പം വരുകയാണെങ്കിൽ അത് എങ്ങനെയെങ്കിലും അല്ലെ ക്രിയാത്മകമായിട്ട് ചിന്തിച്ചിട്ട് അത് എങ്ങനെ പരിഹരിക്കാമെന്ന് ആ സമയത്ത് തന്നെ ചിന്തിച്ച് അവർക്ക് സോൾവ് ചെയ്തെടുക്കേണ്ടതായിട്ട് വരും. അതിനുള്ള പ്രത്യേക ഒരു കഴിവ് ആർക്കാണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. ദെൻ കോൺഫിഡൻഷ്യലിറ്റി ആൻഡ് എത്തിക്സ്, നമുക്കറിയാം ഒരു ഇതല്ലേ നമ്മുടെ എന്താണ് നമുക്കൊരു ആത്മവിശ്വാസം വളർത്തുക, പേഷ്യൻസിന് ഒരു ആത്മവിശ്വാസം ഉണ്ടായിരിക്കണം. എന്ത് കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നോക്കാൻ എന്താന്നുള്ളത്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഓഫൺ ഹാവ് എൻട്രി ടു സെൻസിറ്റീവ് പേഷ്യന്റ് ഇൻഫോർമേഷൻ, അതായത് അവർക്ക് ഒരു സിൻസിയാരിറ്റി അല്ലെ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം അവർ ആ പേഷ്യൻസ് തരുന്ന കാര്യങ്ങളോടെല്ലാം. ഇറ്റ് ഈസ് നെസസറി ഫോർ ദം ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് സ്റ്റിക്ക് ടു കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, കീപ്പിംഗ് പേഷ്യൻസ് പ്രൈവസി ആൻഡ് പ്രൊട്ടക്ടിങ് കോൺഫിഡൻഷ്യൽ ഡാറ്റാസ്. അതായത് നമുക്കറിയാം ഈ ഡാറ്റാസ് എല്ലാം ചിലപ്പോൾ നമ്മൾ നേരത്തെ ഫ്രണ്ട് ഓഫീസിലൊക്കെ പറഞ്ഞിരുന്നു ചില കാര്യങ്ങളെല്ലാം ഹിസ്റ്ററികളെല്ലാം രോഗവുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററികളെല്ലാം ആ ഡോക്ടേഴ്സിന് വിസിബിൾ ആകുന്ന രീതിയിലൊക്കെ തന്നെയായിരിക്കണം ചിലതെല്ലാം കീപ്പ് ചെയ്യേണ്ടത്. അത് അവരെ വിശ്വാസത്തിന്റെ ബേസിലാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാനായിട്ട് ആ ഒരു പ്രൈവസി അത് കാത്തു സൂക്ഷിക്കാനായിട്ടുമുള്ള ഒരു പ്രത്യേക മര്യാദ അല്ലെ ആ ഒരു രീതി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം. എന്താണ് നമ്മുടെ നോൺ ക്ലിനിക്കൽ സ്റ്റാഫിന് ഉണ്ടായിരിക്കണം. ധാർമ്മികമായിട്ടുള്ള എത്തിക്സ് എന്നൊക്കെ പറയുമ്പോൾ ധാർമ്മികമായിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡ് ആ ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ദെൻ ടീം വർക്ക് ആൻഡ് കൊളാബറേഷൻ, എന്താണ് അതിൽ പറയുന്നത്? ഹോസ്പിറ്റൽസ് ആർ interdisciplinary settings that need collaboration among various departments and staff members. നമുക്കറിയാം എല്ലാ സഹപ്രവർത്തകരോടെല്ലാം തന്നെ എന്താണ് ഒരുപോലെ തന്നെ നിന്നുകൊണ്ട് എല്ലാവരോടും ഒരേപോലെ തന്നെ മറ്റുള്ളവരോട് എന്താ പറയുക ഇത് ഒന്നിച്ച് സ്മൂത്ത് ആയിട്ട് പോകണമെങ്കിൽ എന്താണ് ഏകോപനത്തോടു കൂടി നിന്ന് വർക്ക് ചെയ്ത് കൊണ്ടുപോകേണ്ടതുണ്ട്. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് ബി ഏബിൾ ടു വർക്ക് in an effective manner as a part of a team. ഒരു ടീം എന്ന നിലയിൽ നല്ല കാര്യക്ഷമതയോട് കൂടിയിട്ട് തന്നെ അവരവരുടെ വർക്കുകൾ നിർവഹിക്കണം. കമ്മ്യൂണിക്കേറ്റ് ആൻഡ് കോർഡിനേറ്റ് വിത്ത് കോളേജസ്, അതായത് സഹപ്രവർത്തകരുടെ ഇടയിൽ നല്ല ആശയവിനിമയം നടത്തണം. ഒപ്പം തന്നെ എല്ലാവരും ഏകോപിപ്പിച്ചിട്ട് തന്നെ കൊണ്ടുപോകേണ്ടതുണ്ട്. ആൻഡ് ഡൊണേറ്റ് എ പോസിറ്റീവ് വർക്കിംഗ് എൻവയൺമെന്റ്, അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ആ ഒരു അന്തരീക്ഷം അല്ലെ അവർ വർക്ക് ചെയ്യുന്ന ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് നല്ല ഒരു സ്മൂത്ത് ആയിട്ട് പോകുന്ന ആൾക്കാർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു പോസിറ്റീവ് എനർജി തരുന്ന ഒരു പശ്ചാത്തലമായിട്ട് മാറും എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് അഡാപ്റ്റബിലിറ്റി. അഡാപ്റ്റബിലിറ്റിയിൽ എന്താ പറയുന്നത്? ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ഈസ് continually evolving and non-clinical staff should be adjustable to change in procedures, policies and technology. അതായത് നമുക്കറിയാം അദ്ദേഹത്തിന് ഇതിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞതാണ് ചിലപ്പോൾ ചില പേഷ്യൻസിനോട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരിക്കും അല്ലെ അവരവരുടെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ അവരുടെ ലാംഗ്വേജിലേക്ക് അല്ലെങ്കിൽ അവരോട് ക്ഷമയോട് കൂടിയിട്ട് തന്നെ അവരോട് പെരുമാറിയിട്ട് ആ ഇൻഫോർമേഷൻസ് ഒക്കെ നേടിയെടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അവരുടെ പോളിസികളിൽ നയങ്ങളിൽ അല്ലെങ്കിൽ നിലപാടിലെല്ലാം ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും. They should be open to learning new skills and approaches to remain updated
ഇൻ ദെയർ റോൾസ്. അദ്ദേഹത്തിന്റെ റോളില് പുതിയതായിട്ടുള്ള സ്കില്ലുകൾ അല്ലെ, പുതിയതായിട്ടുള്ള കഴിവുകൾ, അല്ലെങ്കിൽ ക്ഷമയോ അല്ലെങ്കിൽ പുതിയ സഹാനുഭൂതിയോ അങ്ങനെ എന്തെങ്കിലും സ്കില്ലുകളും, അതോടൊപ്പം തന്നെ എന്താണ് മറ്റേതെങ്കിലും കാര്യങ്ങൾ, എന്തെങ്കിലും ടെക്നോളജിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കഴിവുകൾ വേണമെങ്കിൽ അതെല്ലാം അഡ്ജസ്റ്റബിൾ ആയിട്ട് പഠിച്ചെടുത്തിട്ട് എന്താണ് പൊരുത്തപ്പെട്ട് പോകണം. ഏതൊരു ഡ്യൂട്ടിയിനോട് പൊരുത്തപ്പെട്ട് പോകണം. മാത്രം തന്നെ ഇദ്ദേഹം നോൺ ക്ലിനിക്കൽ സ്റ്റാഫും അതിനോട് പൊരുത്തപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കണം എന്നുള്ളതാണ് അഡാപ്റ്റബിലിറ്റിയിൽ പറയുന്നത്. അതായത് അവരുടെ നയങ്ങൾക്കും ചില വൈകാരിക മാറ്റേഴ്സുകളിലെല്ലാം തന്നെ അവര് ഭേദഗതികളൊക്കെ വരുത്തേണ്ടതുണ്ട് എന്നുള്ളതാണ്. നെക്സ്റ്റ് പറയുന്നത് എംപതി ആൻഡ് compassion. Although a non-clinical staffer may not give direct medical care, they often interact with the patients who may be in difficulty or facing healthcare situations. Challenging situations. ചില വെല്ലുവിളികളൊക്കെ വരുമ്പോൾ, ചില ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ ഇവർക്ക് അല്ലെ അവർക്ക് മറ്റുള്ളവരായിട്ട് ഇടപെടേണ്ടതായിട്ട് വരും. അപ്പൊ ഈ സ്റ്റാഫുകൾക്ക് എന്താണ് ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഗുണമാണ് എമ്പതി അല്ലെ, ക്ഷമയോടുകൂടി അല്ലെങ്കിൽ സഹാനുഭൂതിയോട് കൂടിയിട്ട് കരുണയോട് കൂടിയിട്ടൊക്കെ ഈ പേഷ്യൻസിനെ ഡീൽ ചെയ്യേണ്ടതൊക്കെ ആയിട്ട് വരും. എന്താണ് ഡെമോൺസ്ട്രേറ്റിംഗ് എംപതി, സിംപതി ആൻഡ് സെൻസിറ്റിവിറ്റി ടുവേർഡ്സ് എ പേഷ്യൻസ് റിക്വയർമെന്റ്സ് ആൻഡ് ഇമോഷൻസ് ഈസ് നെസസറി ഫോർ പ്രൊവൈഡിംഗ് എ സപ്പോർട്ടീവ് എൻവയറമെന്റ്. അവരോട് നല്ല രീതിയിൽ പെരുമാറുമ്പോൾ അവർക്കൊരു സഹായഹസ്തമാവുകയാണ് ചെയ്യുന്നത് പേഷ്യൻസിനോട്. അപ്പൊ ആ ഒരു രീതിയിലേക്ക് എത്തണമെങ്കിൽ എന്താണ് ഇവർക്ക് പ്രത്യേകമായിട്ട് ഈ പറഞ്ഞ എമ്പതിയും എല്ലാം സിമ്പതിയും എമ്പതിയും എല്ലാം ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ പേഷ്യൻസിനോട് അവർക്ക് ദയയും കരുണയും ഒക്കെ കാണിച്ച് അവരെ സപ്പോർട്ട് ചെയ്ത് ഒരുപക്ഷെ അവരിൽ നിന്ന് ഡാറ്റാസ് ഒക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർക്ക് ഡോക്ടേഴ്സിനെ എല്ലാം തുറന്ന് പറയാനുള്ള ഒരു സാഹചര്യമൊക്കെ സൃഷ്ടിച്ചു കൊടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നതാണ്. നെക്സ്റ്റ് പറയുന്നത് കൾച്ചറൽ കോമ്പിറ്റൻസ്. എന്താണ് കൾച്ചറൽ കോമ്പിറ്റൻസിൽ പറയുന്നത്? ഹോസ്പിറ്റൽ സെർവ്സ് ഡൈവേഴ്സ് പേഷ്യന്റ് പോപ്പുലേഷൻസ് വിത്ത് ഡിഫറെന്റ് കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്സ്. അതായത് നമുക്കറിയാം പേഷ്യൻസ് അത് വ്യത്യസ്ത തരത്തിലുള്ള സാംസ്കാരിക പ്ലേസുകളിൽ നിന്ന് അല്ലെ, അവര് അവരുടെ സംസ്കാരങ്ങളെല്ലാം വ്യത്യസ്തമായിരിക്കും. നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഷുഡ് പോസസ് കൾച്ചറൽ കോമ്പിറ്റൻസ്, അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റെസ്പെക്ടിങ് വേരിയസ് കൾച്ചറൽ പ്രാക്ടീസസ്, ബിലീഫ്സ് ആൻഡ് വാല്യൂ ടു ഗിവ് ഇൻക്ലൂസീവ് ആൻഡ് പേഷ്യന്റ് സെന്റേർഡ് കെയർ. അതായത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട, നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് വ്യത്യസ്ത കൾച്ചർ സ്വഭാവ രീതികളോ സംസ്കാര രീതികളോ ഉള്ളവരാണ് എങ്കിൽ അതെല്ലാം റെസ്പെക്റ്റോട് കൂടിയിട്ട് ഓരോരുത്തരുടെയും ആ ഒരു കൾച്ചർ സ്റ്റാറ്റസിനെ റെസ്പെക്ട് ചെയ്ത് ബഹുമാനിച്ചിട്ട് തന്നെ അവരോട് കൈകാര്യം ചെയ്യാനായിട്ട് അല്ലെ. ഓരോരുത്തരുടെ വിശ്വാസം വ്യത്യസ്തമായിരിക്കും, ഓരോരുത്തരുടെ സംസ്കാരം വ്യത്യാസമായിരിക്കും. അപ്പൊ ഈ പേഷ്യൻസിന്റെ ആ എല്ലാ രീതിയോടും പൊരുത്തപ്പെട്ട് കൊണ്ട് അല്ലെ ആ ഒരു മനോഭാവമായിരിക്കും എല്ലാരും ഒരു ദൃഷ്ടിയിൽ നോക്കിക്കഴിഞ്ഞാൽ എല്ലാരും നല്ലത് തന്നെയാണ്, എല്ലാത്തിനെയും നമ്മൾ ബഹുമാനിക്കേണ്ടത് എന്നുള്ള ആ ഒരു മൈൻഡോട് കൂടിയിട്ടായിരിക്കണം എല്ലാവരോടും പെരുമാറേണ്ടത് എന്നുള്ളതാണ്. ലാസ്റ്റ് പറയുന്നത് ദീസ് ആർ ജസ്റ്റ് സം ഓഫ് ദ സ്കിൽസ് ദാറ്റ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് ഇൻ ഹോസ്പിറ്റൽസ് ഷുഡ് പോസസ് ടു കോൺട്രിബ്യൂട്ട് ടു efficient functioning of the healthcare facility and provide excellent support to patients and clinical staff. അപ്പൊ അതായത് ഇതിൽ പറയുന്നത് ഈ ക്ലിനിക്കൽ സ്റ്റാഫിന് ഇത്തരത്തിലുള്ള കുറച്ച് ഇതുകൾ ഉണ്ടായെങ്കിൽ പ്രധാനമായിട്ടും നല്ല രീതിയിൽ തന്നെ എഫിഷ്യന്റ് ആയിട്ട് കാര്യക്ഷമമായിട്ട് തന്നെ പ്രവർത്തിച്ചു കൊണ്ടുപോകാനായിട്ട് ആ ഒരു ഹോസ്പിറ്റലിന്റെ ആ ഒരു സൗകര്യത്തില് നല്ല രീതിയിൽ തന്നെ അവർക്ക് പ്രവർത്തനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ആൻഡ് പ്രൊവൈഡ് എക്സലന്റ് സപ്പോർട്ട് ടു പേഷ്യൻസ് ആൻഡ് ക്ലിനിക്കൽ സ്റ്റാഫ്. അതുകൊണ്ട് തന്നെ എന്താണ് നല്ലൊരു സപ്പോർട്ട് പേഷ്യൻസിനെല്ലാം നല്ലൊരു സേവനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ടും പറയുന്നത്. വായിച്ചു നോക്കാം, എന്തെങ്കിലും ഡോക്ടർ ഉണ്ടെങ്കിൽ ചോദിക്കാം. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടോ? ഒരു സിമ്പിൾ
ഇതാണ് അല്ലെ, വലിയ കുഴപ്പമില്ലാതെ നമുക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞു വ്യത്യസ്ത ഇതുകളിൽ നിങ്ങൾ പഠിച്ചിരിക്കുന്ന ഭാഗങ്ങൾ തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. ഇതിപ്പോ നമ്മളെ ഫ്രണ്ട് ഓഫീസിൽ പഠിച്ച വ്യക്തികളുടെ കുറെ ഏറെക്കുറെയുള്ള ഗുണങ്ങൾ തന്നെയാണ് നോൺ ക്ലിനിക്കൽ സ്റ്റാഫ് എന്നുള്ള ലേബലിൽ തന്നിരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി എന്താണ് പേഷ്യന്റ് കൗൺസിലറുണ്ട്. അപ്പൊ നിങ്ങൾ ഔട്ട് പേഷ്യന്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓരോരുത്തരുടെ എക്സിക്യൂട്ടീവിറ്റിയും പഠിച്ചിട്ടുണ്ട്. സെക്രട്ടറിമാരുടെയും ആ ഒരു PDF-മായി ബന്ധപ്പെട്ട ആ ഒരു ടോപ്പിക്കുമായിട്ട് പഠിച്ചു പോയത് തന്നെയാണ്. അതില്ലാത്ത റെസ്പോൺസിബിലിറ്റീസ് എന്താണ് ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്നുള്ള ലേബലില് വ്യത്യസ്ത തരത്തിലുള്ളവരുടെ റെസ്പോൺസിബിലിറ്റി ഉത്തരവാദിത്തങ്ങൾ ഒന്നിച്ച് പറഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് തന്നെ തീർക്കാനായിട്ട് സാധിച്ചു. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമുക്ക് നെക്സ്റ്റ് എടുക്കാനുള്ളത് കമ്പ്യൂട്ടറിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, ബേസിക് ഓഫ് കമ്പ്യൂട്ടർ. അത് ഒരു ചെറുതിൽ തന്നെയാണ്. നിങ്ങൾക്ക് പിന്നെ അറിയാവുന്ന ഒരു മേഖലയാണെന്ന് തോന്നുന്നു. കമ്പ്യൂട്ടറൊക്കെ ആയതുകൊണ്ട് എല്ലാവരും എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതിന്റെ ആ ഒരു ബേസിക് കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയാണ്. കുറച്ച് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ടത് കൂടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് തിയറി പാർട്ട് അല്ല ഇത് എന്നറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും. അതുകൊണ്ട് അത് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇന്ന് എന്താണ് പ്രാക്ടിക്കലായിട്ടും കൂടി ചിന്തിക്കാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതില് പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. നിങ്ങൾ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ബേസിക് ഓഫ് കമ്പ്യൂട്ടർ കൊണ്ടുവരിക. പ്രത്യേകിച്ച് ഡൗട്ടുകളൊന്നുമില്ല. മൈൻഡപ്പ് ചെയ്യാം. ഞാൻ ഇത്തിരി സ്പീഡിലാണ് എടുത്തത്, കുഴപ്പമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് അത്യാവശ്യം അയച്ചു പോകാവുന്നത് തന്നെ ആയിരുന്നത്, മനസ്സിലാക്കി പോകാവുന്ന ടോപ്പിക്കുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് എടുത്തു പോയത്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ക്ലിയർ ചെയ്യാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.